സുന്ദർബൻസിലെ ചെറുദ്വീപാണ് സന്ദേശ് കാലി. ദമാകാലിയിൽ നിന്ന് ചോട്ടാ കലകൊച്ചിയ നദി കടന്ന് ചെല്ലുന്നിടം. പോയ ദശകത്തിൽ ഇവിടം ഭരിച്ചത് ഷാജഹാൻ ഷെയ്ഖാണ്. CPM തകർന്നപ്പോൾ തൃണമൂലിലെത്തിയ നാട്ടുഗുണ്ട. ഇതൊരു കളിക്കളമായിരുന്നു. ഷാജഹാൻ ഷെയ്ഖും ഷിബു ഹജ്രയും ഉത്തം സർദാറും ഒക്കെ ചേർന്ന് പിടിച്ചെടുത്ത് ഉപ്പുവെള്ളം കയറ്റി മീൻ വളർത്താൻ തുടങ്ങിയത് ഇവിടെ നിന്നാണ്. ഇതുപോലെ കുളമാക്കിയ സ്ഥലങ്ങളുണ്ട്, വയലുകളുണ്ട്, സ്വത്തുക്കളുണ്ട്. ഇവിടെ തുടങ്ങുകയായി സന്ദേശ് കാലിയുടെ കഷ്ടപ്പാടുകൾ. മന്ത്രി ജ്യോതിപ്രിയ മല്ലിക്കിന്റെ ബിനാമിയായി അറിയപ്പെട്ട ഷെയ്ഖ് ഷാജഹാനെതിരെ ഒടുവിൽ സ്ത്രീകൾ ചൂലും വടിയുമായി ഇറങ്ങി. এরা ছিল বহিরাগত, এরা সন্দেশখালীর বাসিন্দা নয়। आदमी लोग को ले गया, उठा कर ले गया, जबरदस्ती बंद कर दिया दुकानपाट। जब जब उसका मीटिंग मिचिल होगा तब तब जाना पड़ेगा। അനധികൃതമായി കെട്ടിപ്പൊക്കിയതൊക്കെ ജനരോഷത്തിൽ തകർന്നു. ഷിബു ഹജ്രയുടെ ഈ ഫാം അതിലൊന്നു മാത്രമായിരുന്നു. ഓരോരുത്തർക്കായി നാടുവിട്ട് ഓടിപ്പോകേണ്ടി വന്നു. ആക്രമണത്തിന് ഇരയായ രേഖാപത്രയാണ് ഇപ്പോൾ ഇവിടെ BJP സ്ഥാനാർത്ഥി. अभी पुलिस मंत्री भी मुख्यमंत्री और पुलिस मंत्री की दाहिना हाथ भी शेख शाहजहां. तब शेख शाहजहां कहाँ गए, किसका पास भेजेगा? और भी बाकी है. शेख शाहजहां जो कर्म किया है उनका फल भी अभी भी भुगतना बाकी है. ഒരു ദശകത്തിലേറെ നീണ്ടുനിന്ന തെമ്മാടിത്തങ്ങൾ കരുതിയാകുമ്പോൾ സന്ദേശ് കാലിക്ക് തീർച്ചയായും ഇപ്പോൾ പ്രതീക്ഷകളുണ്ട്. എന്നാൽ മാമാട്ടി മാനുഷ് എന്ന മമതയുടെ മുദ്രാവാക്യങ്ങളെ കൂടി കടലെടുത്തുകൊണ്ടാണ് സന്ദേശ് കാലിയിൽ പകലുകൾ ഇപ്പോൾ അവസാനിക്കുന്നത്. വിനോദ് മൊറാഴയ്ക്കൊപ്പം സന്ദേശ് കാലിയിൽ നിന്ന് K. Madhu, മാതൃഭൂമി ന്യൂസ്.